ഡൽഹിയിലെ എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ ആജ് തക് എന്ന ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മളൊക്കെ ഏറെ ഭയപ്പെടേണ്ട, ശ്രദ്ധ കൊടുക്കേണ്ട വിഷയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ അടുക്കൽ ഈ കോവിഡ്-19 സ്ഥിരീകരിച്ച കുറച്ച് രോഗികളുണ്ട്. അവർക്ക് എവിടെ നിന്നാണ് ഈ രോഗം പടർന്നത് അഥവാ വൈറസ് പടർന്നത്? ഈ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഉത്തരം ലഭിച്ചിട്ടില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് എവിടെയോ സമൂഹ വ്യാപനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലെ ധാരാവി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. സ്വാഭാവികമായിട്ടും ധാരാവിയെ കുറിച്ചറിയുന്ന ഏതൊരാൾക്കും കോവിഡ്-19 വിഷയത്തിൽ ധാരാവി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ടാവുക സ്വാഭാവികമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന് പറയുമ്പോൾ ധാരാവിയെ കുറിച്ച് മനസ്സിലൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതേയുള്ളൂ. അവിടെ കോവിഡ്-19 സ്ഥിരീകരിച്ച് ഒരാൾ മരണപ്പെട്ടു. അവിടെ ക്ലിനിക് നടത്തിയിരുന്ന ഒരു ഡോക്ടറിന് കോവിഡ്-19 സ്ഥിരീകരിക്കുന്നു. 2000-ൽ കൂടുതൽ ആളുകൾ ആ ചേരിയിൽ നിന്ന് നിരീക്ഷണത്തിലാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ പറയുന്നത്, ഞങ്ങളുടെ അടുക്കലുള്ള രോഗികളുടെ കൃത്യമായ നിരീക്ഷണങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് കൊറോണ പടർന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന്. എത്രത്തോളം ഗുരുതരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ, ചില നഗരങ്ങളിൽ സമൂഹ വ്യാപനം നടന്നു എന്നുള്ളതാണ്. സമൂഹ വ്യാപനം നടന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ തന്നെ കാർന്നു തിന്നാൻ മതിയാകുന്നിടത്തോളം വളരുമെന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്ന് എയിംസ് ഡയറക്ടർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട ജാഗ്രത മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അവിടെയാണ് ഈ മണ്ടന്മാരായിട്ടുള്ള സംഘികൾ നമുക്ക് ഭീഷണിയായി മാറുന്നത്. ഇവിടെ സമൂഹ വ്യാപനം നടന്നു എന്ന് എയിംസ് ഡയറക്ടർ ലോകത്തോട്, രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ സംഘികളെ, നിങ്ങൾ മോദിയുടെ പ്രഖ്യാപനം കേട്ടിട്ട് ദയവ് ചെയ്തിട്ട് തെരുവിലിറങ്ങരുത്. നിങ്ങൾ ഇതുപോലെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ, ഇതൊരു ആഘോഷമാക്കി കഴിഞ്ഞാൽ ഇനിയും സമൂഹ വ്യാപന സാധ്യതകൾ ഏറെയാണ്. അമേരിക്കയെ പോലെ കൊറോണ ഇന്ത്യയിൽ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയല്ല, അമിത്ഷയല്ല, ഏതൊരാളായാലും ഓടി ഒളിച്ചു നിൽക്കും. കാരണം വേറെ വഴിയില്ല. അമേരിക്ക എന്ന് പറയുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സാമ്പത്തികമായി നല്ല ശേഷിയുമുണ്ട്. ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം ചുരുക്കേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് സമൂഹ വ്യാപനം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതേയുള്ളൂ. ദയവ് ചെയ്തിട്ട് സംഘികളെ, ഇതൊരു ആഘോഷമായി കാണരുത്. ഇത് നിങ്ങളുടെ പാർട്ടി പ്രഖ്യാപനമായി കാണരുത്. ഇത് കയ്യും കാലും ചെവിയുമുള്ള ഒരു ജീവിയല്ല, മറിച്ച് നമ്മളെയൊക്കെ ഒരു നിമിഷത്തിൽ തന്നെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു വൈറസാണ്. ദയവ് ചെയ്തിട്ട് വീട്ടിലിരിക്കൂ. നരേന്ദ്രമോദി ദയവ് ചെയ്തിട്ട് ഇനി ഒരു പ്രഖ്യാപനവും ഒരാഘോഷ പരിപാടിയും നടത്താൻ സംഘികളോട് ആവശ്യപ്പെടരുത്. അത് സമൂഹ വ്യാപനത്തിനുള്ള സാധ്യതകൾ ഏറെയാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.